എല്ലാ തവണത്തെയും പോലെ തന്നെ ഒരു 3-3:30 എന്റെ വീട്ടും വിളിച്ചിട്ട് വന്ന് ഇന്ന് ഞാൻ നോമ്പ് തുറക്കാനുണ്ടാവും. പിള്ളേരെ പഠിക്കാൻ വേണ്ടി മിഠായി കൊടുക്കാൻ പോണേ ഈ കട. പിന്നെ എന്തില്ലെങ്കിലും ഏത്തപ്പഴം സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം ഇങ്ങോട്ട് പഴംപൊരി ഉണ്ടാക്കി വെച്ച് അതിന്റെ ഇടക്കാണെങ്കിൽ ഉമ്മച്ചും പാപ്പച്ചും വർക്ക് ചെയ്യുന്ന വീട്ടിലേക്ക് ഇപ്പൊ നോമ്പ് തുറക്കാനുണ്ടാവും. പെട്ടെന്നൊക്കെ അങ്ങോട്ട് വിളിച്ചു വന്ന് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങോട്ട് വെപ്രാളമായി പോകും. പിന്നെ ചിക്കൻ കറി വിട്ടൊരു കളിയില്ലാത്തതുകൊണ്ട് തന്നെ ചിക്കൻ കറി അങ്ങോട്ട് സെറ്റ് ആക്കി വെച്ചു. പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് എല്ലാം റെഡിയാക്കി വെച്ചു. ഇന്നത്തെ നോമ്പ് നല്ല റാത്തായിട്ട് തുറന്നതിന് ശേഷം ഈ വണ്ടിയിൽ ആൾക്കാരും കുത്തുനിറച്ചിട്ടുണ്ടെങ്കിൽ നേരെ പോയിട്ട് പെരുമ്പളമലം കാണാൻ വേണ്ടി അബദ്ധവശാൽ ഉദ്ഘാടന ദിവസം ഞങ്ങൾ പോയി പെട്ട് നടക്കാനും അന്ന് അങ്ങോട്ട് അടുക്കാൻ പോലും പറ്റുന്നുണ്ടായി. ഇപ്പൊ സമാധാനത്തോടു കൂടി ഞങ്ങൾ അങ്ങോട്ട് പാലം പോയി കണ്ടു. പിന്നെ പോണ വഴിക്ക് നല്ല സംഭാരം കിട്ടുന്ന സ്ഥലം കണ്ടപ്പോ അവിടുന്ന് ഒരു സംഭാരം കുടിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ പാലത്തിന്റെ നടുക്ക് നിന്ന് കുറച്ചധികം നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇപ്പൊ പാലം ഉദ്ഘാടനം കഴിഞ്ഞ് 2 ദിവസമെങ്കിൽ പോലും ഇങ്ങനത്തെ ചെറിയ ചെറിയ കച്ചവടക്കാർ അവിടെ ഇവിടെയൊക്കെ നിൽക്കണോണ്ട് എന്റെ പിള്ളേരുടെ കയ്യിൽ ഇങ്ങനത്തെ സാധനമൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കേണ്ടി വരും. ലാസ്റ്റ് അല്പം അർദ്ധരാത്രി കൂടിയും ചൂടിയിരിക്കണേ ഈ കാണും. അങ്ങനെ പാലമൊക്കെ കണ്ടതിന് ശേഷം വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും നല്ല വിശപ്പായിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി എന്നോട് ഫുഡ് കഴിച്ചു. ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് യാത്രയും പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അപ്പൊ അത്രേ ഉള്ളൂ.